ഗ്രോത്ത് ആൻഡ് ഡീക്കേ. ഓക്കെ, ഇത് രണ്ടായാലും ശ്രദ്ധിക്കണം. ഇപ്പം എന്തേലും ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡീക്കേ ആവുന്നുണ്ട്, എന്താണേലും ഇത് ആക്ച്വലി എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ചേഞ്ച്, സംതിങ് ഈസ് ചേഞ്ചിങ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയുവാണേ, ഈ തിയറിറ്റിക്കലി മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. സംതിങ് ഈസ് ചേഞ്ചിങ്. ഓക്കെ, ആ ചേഞ്ചിങ്ങിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയും ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും ഐഡൻറ്റിഫൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്, വേറൊന്നുമല്ല. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവും, അതായത് സംതിങ് ഈസ് ചേഞ്ചിങ്. ഇപ്പോൾ ഏരിയ ഈസ് ചേഞ്ചിങ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഈസ് ചേഞ്ചിങ്, അങ്ങനെ ഒരു ചേഞ്ചിങ്ങിൻ്റെ ഇക്വേഷൻ ഉണ്ടാവും, അത് കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളൂ, സ്റ്റെപ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യണം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എപ്പോഴും വേരിയബിൾ സെപ്പറബിൾ ആയിരിക്കും, കേട്ടല്ലോ, വേരിയബിൾ സെപ്പറബിൾ ആയിരിക്കും. എന്താണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് അറിയാമല്ലോ അല്ലേ? ഒരു വേരിയബിളൊക്കെ ഒരു സൈഡിലേക്ക്, ഇപ്പോൾ സപ്പോസ് dA/dt ഇസ് ഈക്വൽ ടു സംതിങ് A/t എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ A × t എന്തെങ്കിലും വിചാരിക്കുക. അപ്പോൾ എ ഒക്കെ ഒരു സൈഡ് കൊണ്ടുപോകണം. 1/A/dA ഇസ് ഈക്വൽ ടു 1/t dt. കണ്ട, ടി ഒക്കെ ഒരു സൈഡ്, എ ഒക്കെ ഒരു സൈഡ് പോയി. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആയിരിക്കും. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യണം. വേരിയബിൾ സെപ്പറബിളിനെ സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആ ക്വസ്റ്റ്യനിലൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവും, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് അതിനെ സോൾവ് ചെയ്യണം. തേർഡ് സ്റ്റെപ്പ് ഈ എന്ത് റേറ്റ് ഓഫ് ചേഞ്ച് ആണെങ്കിലും എവറിത്തിങ് വിൽ ബി വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും. താഴെ എന്തായാലും വിത്ത് റെസ്പെക്ട് ടു dt എന്നേ വരുള്ളൂ, വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നായിരിക്കും. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് പറയുകയാണ്, ടൈമിന് t = 0 കൊടുക്കുക. ഓക്കെ, t = 0 കൊടുത്തിട്ട് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വേണ്ട സാധനങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, നീഡഡ് സാധനങ്ങൾ കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ, എല്ലാത്തിൻ്റെയും സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ. നമുക്കത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇതെവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കണേ. ദ സർഫേസ് ഏരിയ ഓഫ് എ ബലൂൺ ബീയിങ് ഇൻഫ്ലേറ്റഡ് ചേഞ്ചസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. അതായത് സർഫേസ് ഏരിയ കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് സർഫേസ് ഏരിയ എന്ന് വെച്ചാൽ ഏരിയ കേട്ടോ, സർഫേസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇതൊരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു സാധനമാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. കണ്ടോ, ഈ ഒരു സാധനം കിട്ടിയാൽ ബാക്കി നമുക്ക് ഫുള്ള് കിട്ടും. സർഫേസ് ഏരിയ ഓഫ് എ ബലൂൺ ഈസ് ചേഞ്ചിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഇങ്ങനെ 1 സെക്കൻഡ് 2 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും ക്ലിയർ അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം. നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആയതുകൊണ്ട് ഇതിന് നമുക്ക് dA = K × dt എന്ന് എഴുതാം. ഓക്കെ, K എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആട്ടോ. ഇനി ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ dA = ഇൻ്റഗ്രൽ K dt എന്ന് കിട്ടും. ഡിയുടെ ഇൻ്റഗ്രൽ എന്താണ്? A. കെയുടെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു dt എന്താണ്? K പുറത്തെടുക്കാം, കോൺസ്റ്റൻ്റ് ആണ്ട്. ഡിയുടെ ഇൻ്റഗ്രൽ T + C എന്ന് കിട്ടും. ശ്രദ്ധിച്ചോ, ഈ ഇക്വേഷൻ വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ ഫുള്ളും ചെയ്യേണ്ടത്. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു, പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ. ഈ കോൺസെപ്റ്റ് കിട്ടിയാലേ നിങ്ങൾക്ക് ഗ്രോത്ത് ആൻഡ് ഡീക്കേ പഠിക്കാൻ പറ്റുള്ളൂ. ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പുമായി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു?
ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? അതിനെ സോൾവ് ചെയ്ത് വേരിയബിൾ സെപ്പറബിൾ സോൾവ് ചെയ്ത് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇത് വെച്ച് എല്ലാ സ്റ്റെപ്പും ചെയ്യണം. നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, പുട്ട് ടി ഈസ് ഈക്വൽ ടു സീറോ. പുട്ട് ടി ഈക്വൽ ടു സീറോ എന്ന് വെച്ചാൽ എന്താണ്? ടൈം സീറോ ആവുമ്പോൾ, ഓക്കെ, ടൈം സീറോ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഏരിയയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ എന്താണ് ആക്ച്വലി? സർഫേസ് ഏരിയ ഓഫ് എ ബലൂൺ 4πr² ആണ്. 4πr² ഈസ് ഈക്വൽ ടു KT പ്ലസ് C. ഓക്കെ, ടൈം സീറോ ആകുമ്പോൾ, അതായത് ആദ്യം തുടക്കത്തിൽ റേഡിയസ് എത്രയായിരുന്നു? 3 ആയിരുന്നു. ഓക്കെ, ഈ ഫിനിഷ്യലി ഇറ്റ്സ് റേഡിയസ് ഇസ് 3, അതായത് ഇതിൻ്റെ തുടക്കത്തിൽ റേഡിയസ് 3 ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ് ഇൻ 1 കൊടുക്കാം കേട്ടോ. ഇതാണ് മെയിൻ ഇക്വേഷനെ. നമുക്ക് എന്ത് കിട്ടും? 4π റേഡിയസ് 3 ആണ്. 3² ഈക്വൽ ടു K ഇൻറ്റു 0 പ്ലസ് C. അപ്പോൾ 3² 9, 36π ഈക്വൽ ടു C. സിയുടെ വാല്യൂ കിട്ടി. സിയുടെ വാല്യൂ എന്താണ്? 36π. ഇത്രയും ക്ലിയർ അല്ലേ? അടുത്തെന്താണെന്നേക്കുന്നത്? ആഫ്റ്റർ 2 സെക്കൻഡ്സ്, വെൻ t ഈക്വൽ ടു 2 സെക്കൻഡ്സ്, റേഡിയസ് എത്രയാണ്? 5 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ് ഇൻ 1, എല്ലാം സബ് ഇൻ 1 ആണ് കേട്ടോ. മെയിൻ ഇക്വേഷനിലാണ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എല്ലാം മെയിൻ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4π r എത്രയാണ്? 5 അല്ലേ? 5² ഈക്വൽ ടു K ഇൻറ്റു T എത്രയാണ്? 2 പ്ലസ് C എത്രയാണ്? 36π. അപ്പോൾ എത്ര കിട്ടും? 4π ഇൻറ്റു 5² 25, 100π. 100π ഇസ് ഈക്വൽ ടു 2K പ്ലസ് 36π. Therefore K is equal to 100 minus 36, 64. 64/2 32π എന്ന് കിട്ടി. ഇത്ര ഓക്കെ അല്ലേ? എല്ലാം ഫസ്റ്റിൽ തന്നെ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സിയും കിട്ടി, കെയും കിട്ടി. ഇതൊക്കെ മായ്ക്കുവാണ്. ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്തോണേ. ഞാൻ മായ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. താഴോട്ട് സ്പേസ് ഉണ്ട്, പക്ഷെ നിങ്ങളെ ക്വസ്റ്റ്യൻ കാണിക്കണമല്ലോ. സി കിട്ടി 36π, കെ കിട്ടി 32π. ഇത്ര ഓക്കെ അല്ലേ? മെയിൻ ഇക്വേഷൻ വായിക്കുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഡിയസ് ആഫ്റ്റർ t സെക്കൻഡ്സ്. ടൈം t സെക്കൻഡ് ആണെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കണം. നോക്കാം. 4πr² ഈക്വൽ ടു K ഇൻറ്റു K എത്രയാ? 32π T പ്ലസ് C എത്രയാ? 36π. അപ്പോൾ r² ഈക്വൽ ടു 4π കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 4π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8π T. അല്ല, പൈ പോകുമല്ലോ അല്ലേ? പയ്യും കട്ടായി പോവും. ഇതിനെ 4π പയ്യും പോയി 8T എന്ന് വരും. ഇതിനെ 4π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പയ്യും പോയി 9 വരും. Therefore r is equal to √8T plus 9. ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നോട്ട് ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് ദ ഗ്രോത്ത് ഓഫ് എ പോപ്പുലേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ പ്രസൻറ്റ്. അതായത് ഒരു നാട്ടിൽ അതിൻ്റെ പോപ്പുലേഷൻ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പോപ്പുലേഷൻ. ഓക്കെ, ഇതാണ് പോപ്പുലേഷൻ. വിത്ത് റെസ്പെക്ട് ടു ടൈം ഇതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ആ സമയത്തെ പോപ്പുലേഷൻ. ആ സമയത്ത് എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് കേട്ടോ. പോപ്പുലേഷൻ്റെ ഗ്രോത്ത് എന്ന് വെച്ചാൽ അപ്പം ഉള്ള പോപ്പുലേഷന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ എന്ത് വരും? പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഈക്വൽ ടു ആക്കുമ്പോൾ എന്ത് വരും? ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു പി എന്ന് വരും അല്ലേ? നമുക്ക് തുടങ്ങാം. എന്താണ് സ്റ്റെപ്പ്? ആദ്യം
1/PdP ഈക്വൽ ടു KdT. വേരിയബിൾ സെപ്പറബിൾ ആക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലോഗ് പി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dt എന്താണ്? ടി. അപ്പോൾ KT + C എന്ന് കിട്ടി. ഓക്കെ, ഇത്ര ഒക്കെ എഴുതിയെടുത്തോണേ. ഇനി ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചാണ് ഫുള്ള് പരിപാടി. ഇവിടെ വേറെ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല, ഏരിയയുടെ ഫോർമുല ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, എന്ന് നമുക്ക് പരിപാടി തുടങ്ങാം. ഇപ്പോൾ ആ നാട്ടിൽ നേരത്തെ ആദ്യമേ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൈം 0 ബിഗിനിങ്ങിൽ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ആ പോപ്പുലേഷൻ നമുക്കറിയില്ല, അത് എന്നു വിചാരിച്ചോളൂ, നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ലോഗ് n ഈക്വൽ ടു K × 0 + C. therefore C is equal to log n. സിയുടെ വാല്യൂ കിട്ടി. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് എ കോളനി ഡബിൾ ഇൻ 25 days. T 25 ആയപ്പോൾ പോപ്പുലേഷൻ എന്തായി? ഡബിളായി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്-ഇൻ 1. ഇതൊക്കെ സബ്-ഇൻ 1 ആണേ. ഇത് സൈഡിൽ എഴുതരുത്, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതണം. ഞാൻ സൈഡിൽ എഴുതുന്ന വെച്ചാൽ ജസ്റ്റ് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്ത് കിട്ടും? ലോഗ് പി എത്രയാണ്? 2n ഈക്വൽ ടു കെ ടി എത്രയാണ്? 25 പ്ലസ് സി എത്രയാണ്? log n. അപ്പോൾ log n ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ log 2n - log n ഈക്വൽ ടു 25k. log 2n - log n, log a - b എന്താണ്? log a/b ഈക്വൽ ടു 25k. n പോയിട്ട് therefore k is equal to 1/25 log 2 എന്ന് കിട്ടും. കണ്ട, എല്ലാം സിമ്പിളാണേ. k എത്ര കിട്ടിയത്? 1/25 log 2. ഇനി ഒരു സാധനം കൂടിയുണ്ട് കണ്ടുപിടിക്കേണ്ട. എന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് പോപ്പുലേഷൻ വിൽ ബിക്കം ട്രിപ്പിൾ. ടൈം കണ്ടുപിടിക്കണം. പോപ്പുലേഷൻ എത്രയാണ്? ട്രിപ്പിൾ ആകുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് 3n ഈക്വൽ ടു k ഇൻറ്റു k നമുക്കറിയാം. k എന്താണ്? 1/25 log 2 ഇൻറ്റു ടി പ്ലസ് സി എത്രയാണ്? log n. അപ്പോൾ ഈ log n ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 3n/n വരും അല്ലേ? log 3n/n എന്താണ്? log 3. നേരത്തെ പോലെ തന്നെ log a - b എന്താണ്? log a - log b എന്താണ്? log a/b. അപ്പോൾ n കട്ടായി പോവും. 1/25 log 2 ഇൻറ്റു ടി. therefore t is equal to 25 പുറത്തു 25 log 3/log 2. അപ്പോൾ ഇത്രയും ഡേയ്സിലായിരിക്കും ഇത് ട്രിപ്പിൾ ആവുക കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ log 3യുടെ വാല്യൂ log 2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യനിൽ അതൊന്നും തന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോപ്പുലേഷൻ ഗ്രോസ് അറ്റ് ദ റേറ്റ് ഓഫ് 2% പെർ ഇയർ. അതായത് ഒരു നാട്ടിൽ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഒന്നുമല്ല തന്നിരിക്കുന്നത്. ഇത് ഗ്രോത്ത് എത്രയാണ്? 2% ഓഫ് ആ പോപ്പുലേഷൻ കേട്ടോ. ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കണം. ഈ പോപ്പുലേഷൻ്റെ ചേഞ്ച് എത്രയാണ്?
2%, ഈ പിയുടെ 2% വെച്ച് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പി ഡി പി ബൈ ഡി ടി സീക്വൽ ടു എന്തെന്ന് എഴുതാം? 2/100 ഇൻറ്റു പി. നമുക്കത് വേരിയബിൾ സെപ്പറബിൾ ആക്കാം. 1/p ഡി പി സീക്വൽ ടു 2/100 ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ലോഗ് പി ഇസ് ഈക്വൽ ടു 2/100 ടി പ്ലസ് സി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇത് വെച്ചാണ് ഫുള്ള് പരിപാടി ചെയ്യേണ്ടത്. തുടങ്ങാം. ആദ്യം തുടക്കത്തിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്, അത് നമുക്ക് അറിഞ്ഞുകൂടാ, n എന്ന് എടുക്കാം. അപ്പം എന്ത് വരും? ലോഗ് n ഇസ് സബ് ഇൻ 1. log n is equal to 2/100 into 0 plus c. അപ്പോൾ c is equal to log n കിട്ടും. ഓക്കെ, ഇനി നമുക്ക് how long does it take for the population to double itself? അതായത് t കണ്ടുപിടിക്കണം, പോപ്പുലേഷൻ 2n ആവണം, സബ് ഇൻ 1. നമുക്ക് എന്ത് കിട്ടും? log 2n, പിക്ക് പകരം 2n ഈക്വൽ ടു 2/100 ടി ആണ് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് സി എത്രയാണ്? log n. ഈ log n നേരത്തെ പോലെ അപ്പുറത്ത് പോയി, അപ്പോൾ log 2n/n log 2 എന്ന് വരും. log 2 is equal to 2/100 t. therefore t is equal to 100/2, 50 log 2 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കൾച്ചർ ദ ബാക്ടീരിയ കൗണ്ട് ഈസ് 10,000, അല്ല 1 lakh, അത്രയും ബാക്ടീരിയ ഉണ്ട്. ദ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10% ഇൻ 2 hours. 2 മണിക്കൂർ കൊണ്ട് 10% കൂടി. ഇൻ ഹൗ മെനി hours ഇറ്റ് വിൽ റീച്ച് 2 lakhs ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഈസ് പ്രപ്പോസ് ടു ദ നമ്പർ. ഇവിടെയും ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇസ് ഡിപ്പെൻസ് ഓൺ നമ്പറാണ്, ഇസ് പ്രൊപ്പോർഷണൽ ടു നമ്പറാണ്. അതായത് നമ്പർ ഓഫ് ബാക്ടീരിയയുടെ ചേഞ്ച്, ബാക്ടീരിയയുടെ നമ്പറിലുള്ള ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ നമ്പറിലുള്ള പ്രൊപ്പോർഷണലാണ്. നമുക്ക് നോക്കാം. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ dn/dt ഈസ് ഈക്വൽ ടു kn. നമുക്ക് നേരത്തെ പോലെ 1/n dn. ഇവിടെ n തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്താണ് ആൽഫബറ്റ് വരുന്നത് ആ ആൽഫബറ്റും കൊടുത്താൽ മതി. KT നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. രണ്ടിനേക്ക് p കൊടുക്കാം, എന്താണ് കൊടുക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ log n ഇസ് ഈക്വൽ ടു dt ആണല്ലോ അല്ലേ, KT പ്ലസ് സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കണ്ടാ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനോട് എഴുതുവാണ്. തുടങ്ങാം. ആദ്യം ബാക്ടീരിയയുടെ കൗണ്ട് 1 lakh ആയിരുന്നു. ആദ്യം എന്ന് പറയുമ്പോൾ ടൈം 0 ആയിരുന്നു. അപ്പം ബാക്ടീരിയ എത്രയാണ്? 1 lakh. അപ്പം ലോഗ് 1 lakh ഈസ് ഈക്വൽ ടു k ഇൻറ്റു 0 പ്ലസ് സി. അപ്പോൾ therefore c ഈസ് ഈക്വൽ ടു, എല്ലാം സിമിലർ ആണ് കേട്ടോ. ലോഗ് 1 lakh. ഈ ലോഗ് 1 lakhൻ്റെ ആൻസർ 5 എന്ന് എഴുതരുത്, കാരണം അത് 10 ബേസ് ആയിട്ടുള്ള ലോഗരിതത്തിലാണ്. നമുക്കിത് നാച്ചുറൽ ലോഗരിതത്തിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ കിട്ടും സിയുടെ വാല്യൂ. അടുത്ത് നോക്കാം. ദ നമ്പർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 10%. ടൈം 2 hour ആയപ്പം നമ്പർ എത്രയായി? 10% കൂടി. ഇതിൻ്റെ 10% കൂടി. അപ്പോൾ എത്രയായി കാണും? ഇതിൻ്റെ 10% എന്ന് വെച്ചുമ്പോൾ ഇത് എത്രയായിട്ട്? 1 lakh ആണ്. അപ്പോൾ 10,000 കൂടി. അപ്പോൾ എത്ര? 1 lakh 10,000 ആയി.
ഓക്കെ, ഓൾറെഡി 1 lakh ഉണ്ട്, 10% കൂടി. അപ്പം ഇത്രയായി, 2 hour ആയപ്പോൾ പോപ്പുലേഷൻ ഇത്രയായി കേട്ടോ. ഇത് സബ് ചെയ്യാം. അപ്പം ലോഗ് ഈക്വൽ ടു കെ ഇൻറ്റു 2 പ്ലസ് ലോഗ് 1 lakh. ഇത് നേരത്തെ പോലെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പം ലോഗ് ഇതേ ബൈ ഇത് നിന്ന് 0,0,0,0 കട്ടായി ചെയ്തോളൂ കേട്ടോ. ലോഗ് 11/10 എന്ന് കിട്ടും. is equal to 2k. Therefore k is equal to 1/2 log. ഇങ്ങനെ കിട്ടി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻ ഹൗ മെനി അവേഴ്സ് n 2 lakh ആവുന്നു. ഇത് നിങ്ങൾക്ക് വിട്ടുതന്നേക്കുന്നു കേട്ടോ. സബ് ഇൻ 1 കണ്ടുപിടിച്ചോ, നിങ്ങൾ ചെയ്ത് നോക്കേ. അടുത്തത്, ഇൻ എ ബാങ്ക് പ്രിൻസിപ്പൽ ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി അറ്റ് ദ റേറ്റ്. പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ ആ ഒരു പൈസ നമ്മൾ അവിടെ ഒരു എമൗണ്ട് ഇടും അല്ലേ, പ്രിൻസിപ്പൾ ഇടും. ഇത് 6% ഓഫ് ആ വാല്യൂ വെച്ച് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു, ഇൻക്രീസസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റെപ്പൊക്കെ എഴുതണം കേട്ടോ. ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി എന്നൊക്കെ എഴുതണം. അല്ല, ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് കേട്ടോ, ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ ഇഫ് 100 ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 10 years. ഓക്കെ, അതായത് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഇനിഷ്യലി പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. അതായത് ആദ്യം ടി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സമയം നമ്മൾ എത്ര ഇടുന്നത്? പി എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 100 കേട്ടോ. ഡെപ്പോസിറ്റ് ചെയ്യാം. ലോഗ് 100 ഈസ് ഈക്വൽ ടു R/100 ഇൻറ്റു 0 പ്ലസ് സി. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ലോഗ് 100 എന്ന് കിട്ടും. സി ഈക്വൽ ടു ലോഗ് 100 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 10 years ഇത് ഡബിൾ ആവണം. അതായത് 200 ആവണമെങ്കിൽ എത്ര റേറ്റ് കൊടുക്കണം? അപ്പോൾ ഇത് 3 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ലോഗ് 200 ഇസ് ഈക്വൽ ടു R/100. ടി എത്രയാണ്? 10 പ്ലസ് സി എത്രയാണ്? ലോഗ് 100. ലോഗ് 100 ഇപ്പുറത്തോട്ട് വന്ന് അപ്പോൾ ബൈ ആയി മാറി കേട്ടോ. മൈനസ് ലോഗ് 100 വരും. അപ്പോൾ ലോഗ് 200/100 ലോഗ് 2. ലോഗ് 2 ഇസ് ഈക്വൽ ടു R/10. Therefore R is equal to 10 ഇൻറ്റു ലോഗ് 2. ലോഗ് 2ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വരും? 10 ഇൻറ്റു 6 0.69. അപ്പോൾ 6.931% എന്ന് വരും. R കേട്ടോ, റൈറ്റ്. അടുത്ത ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, പക്ഷെ സിമ്പിളാണ്. ഇങ്ങനത്തെ ഈ ഹീറ്റുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്, പഠിച്ചിരിക്കണം. ഇതെന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ചൂടാക്കുന്നു, ഒരു ചായപാത്രം ചൂടാക്കുന്നു. ഇതിനൊരു ചൂടുണ്ടാവുമല്ലോ, ഇതിനൊരു ടെമ്പറേച്ചർ ഉണ്ടാവും.
ടെമ്പറേച്ചർ ഉണ്ടാവും. ഇപ്പം റൂം ടെമ്പറേച്ചറും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ചൂട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഇതിങ്ങനെ കൂളാവാൻ തുടങ്ങും. അതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് ഡൗൺ ആവും, 10 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചുകൂടി ഡൗൺ ആവും, അങ്ങനെ കുറഞ്ഞുകൊണ്ടേ പോവും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ന്യൂട്ടൻ്റെ ഒരു കൂളിംഗ് ഫോർമുല ഉണ്ട്. ഓക്കെ, കൂളിംഗ് ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്നൊക്കെ പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ dt/dt, ഇത് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ, -k × T - A. ഇത് കാണാപ്പാടം പഠിക്കേണ്ട ഒരു ഫോം, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ലോ. ഇത് ഓരോന്നെന്ത് പറയാം. T എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായയുടെ ടെമ്പറേച്ചർ. ഓക്കെ, സ്മോൾ t എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം. A എന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചർ. ഇത് K എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൈനസ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം വേരിയബിൾ സെപ്പറബിൾ ആക്കാം. സെയിം ആണ്, എല്ലാ ക്വസ്റ്റ്യനും സെയിം ആണ്. ഈ ടെമ്പറേച്ചറിൻ്റെ ഇത് രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? log T - A equal to -KT + C. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൻ്റെ ഹോട്ട് സംബന്ധിച്ച് എല്ലാ ക്വസ്റ്റ്യനും ഈ ഫോർമുല വെച്ചാണ് ചെയ്യേണ്ടത്. A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂം ടെമ്പറേച്ചർ 21 ആണേ. log T - 21 equal to -KT + C. ഈ ഫോർമുലയാണ് ഫുള്ള് യൂസ് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റിന് കേട്ടോ. തുടങ്ങാം. ആദ്യം ടൈം 0 ആയിരുന്നപ്പോൾ തുടക്കത്തിൽ ചായയുടെ ടെമ്പറേച്ചർ 95 ഡിഗ്രി സെൽഷ്യസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. log 95 - 21 equal to 0 + C. Therefore C is equal to 95 - 21 കുറച്ചാൽ 74. log 74. ഓക്കെ, അടുത്തത് 1 മിനിറ്റിൽ 85 ഡിഗ്രി ആയി. 1 മിനിറ്റ് കുറഞ്ഞപ്പം 85 ഡിഗ്രി ആയി. അങ്ങനെയെങ്കിൽ 51 ഡിഗ്രി ആവണമെങ്കിൽ എത്ര മിനിറ്റ് കഴിയണം? അതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പം ടൈം 1 മിനിറ്റ് ആയപ്പോൾ ടെമ്പറേച്ചർ 85 ആയി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ് ഇൻ 1 നമുക്ക് log 85 - 21 ഈക്വൽ ടു -K × 1 + C എത്രയാണ്? log 74. ഓക്കെ, അപ്പോൾ log 85 - 21 കുറച്ച് എത്രയാണ്? 64. ഈക്വൽ ടു -K + log 74. K ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇത് ഇപ്പുറത്തൊക്കെ കൊണ്ടുവരുമ്പോൾ K is equal to എന്ത് വരും? log 74 - log 64. അതായത് log 74/64. അതായത് log റെഡ്യൂസ് ചെയ്താൽ 37/32 എന്ന് വരും. ഇതാണ് കെയുടെ വാല്യൂ. അതിവിടെ തന്നിട്ടുണ്ട് കേട്ടോ, log 37/32 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടി. എളുപ്പമല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T is equal to 51 ആണെങ്കിൽ എത്ര സമയം എടുക്കും? തന്നെത്താനെ കണ്ടുപിടിച്ചു കേട്ടോ, സബ് ഇൻ 1. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ടേം ഒക്കെ അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഗ്രോത്ത് ആൻഡ് ഡീക്കേ. ഓക്കെ.